ഇംഗ്ലീഷ് ഫോർ മീഡിയ പേപ്പറിൽ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ 1 മാർക്കിനെ ബേസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഫ്രീക്വൻ്റ്ലി റിപ്പീറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഫീച്ചർ സ്റ്റൈൽ യൂസ്ഡ് ഇൻ റിപ്പോർട്ടിംഗ് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് എ ന്യൂസ് പേപ്പർ, പിന്നെ 5 Ws ഇൻ എ ന്യൂസ് പേപ്പർ, അതുപോലെ തന്നെ ഡ്രാഫ്റ്റ് സ്ക്രിപ്റ്റ് എന്താണ്, ട്രാൻസ്മിഷൻ പീരീഡ്, സ്റ്റേജസ് ഓഫ് ഫിലിം മേക്കിംഗ്, പിച്ച്, സ്ക്രീൻ പ്ലേ ഇൻക്ലൂഡ്സ് എന്തൊക്കെയാണെന്നുള്ളത്, അല്ലെങ്കിൽ സ്ക്രീൻ പ്ലേയുടെ കുറിച്ച് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നെ TV ക്രിയേഷനുള്ള പ്രൈമറി സ്റ്റെപ്പ് എന്താണ്. നമുക്ക് എക്സ്പെക്റ്റ് ചെയ്തേക്കാവുന്ന പുതിയ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ബൈ ലൈൻ, കോപ്പി എഡിറ്റിംഗ്, അതുപോലെ തന്നെ എന്താണ് ടീസർ, പിന്നെ ആങ്കർ ഇൻട്രോ എന്ന് വെച്ചാൽ എന്താണ്, ബ്ലോഗ് പോസ്റ്റ് എന്താണെന്ന് ചോദിക്കാം, വാട്ട് ഇസ് RJ, സ്റ്റോറി ബോർഡ് എന്താണ് ലീഡ് പാരഗ്രാഫ്, വാട്ട് ഇസ് പ്രൂഫ് റീഡിംഗ്. ഇതൊക്കെ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. പിന്നെ വീണ്ടും 2 മാർക്സ് ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിട്ടുള്ളത് ഹൈലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ സോഫ്റ്റ് ലീഡ് എന്താണ്, ഡ്യൂട്ടീസ് ഓഫ് എഡിറ്റർ എന്താണ്, സ്ട്രക്ചർ ഓഫ് ഫീച്ചർ റൈറ്റിംഗ്, ടെക്നിക്സ് ഓഫ് എഡിറ്റിംഗ്, റാപ്പ് അപ്പ് എന്ന് വെച്ചാൽ എന്താണ്, TV ന്യൂസിൻ്റെ റിപ്പോർട്ട് സ്റ്റൈൽ എന്താണ്, 2 മാർക്സിൻ്റെ. ഇപ്പോൾ റേഡിയോ ബേസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഫ്രേസൽ വെർബ്സ് ഇൻ RJing, അതുപോലെ തന്നെ റോൾ ഓഫ് RJ ഇൻ ഫോൺ ഇൻ പ്രോഗ്രാം, റേഡിയോ അഡ്വർടൈസ്മെൻറ്റ്, ടോക്ക് ഷോ സ്ട്രക്ചർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. വെബ് റൈറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഗുഡ് ബ്ലോഗിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. മീഡിയ കോൺസെപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പഫറി, സ്റ്റീരിയോ ടൈപ്സ് എന്താണ്, സ്ക്രീൻ പ്ലേ എന്താണ്. ഇതൊക്കെ 2 മാർക്സിൽ ഹൈലി റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. ഇനി സെക്ഷൻ 3-ക്കകത്ത് വെരി റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ, അതായത് 4 മാർക്സ് എന്ന് പറയുമ്പോൾ ഹെഡ്ലൈൻ റൈറ്റിംഗ്, ടൈപ്സ് ഓഫ് ലീഡ്സ് ചോദിച്ചിട്ടുണ്ട്, റേഡിയോ റിവ്യൂസ് ചോദിച്ചിട്ടുണ്ട്, പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജ് എന്താണ്, എഡിറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഓൾസോ ലേ ഔട്ട് ആൻഡ് സ്ട്രക്ചർ ഓഫ് ബ്ലോഗ്സ്, പിന്നെ മാഗസീൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, സ്ക്രീൻ പ്ലേ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. പുതിയ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ കോപ്പി എഡിറ്റിംഗ് പ്രോസസ്സ്, അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഫോർ റേഡിയോ, ജേർണലിസത്തിലെ എത്തിക്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇൻ്റർവ്യൂ ടെക്നിക്സ് എന്താണെന്ന് ചോദിക്കാം, സോഷ്യൽ മീഡിയ റൈറ്റിംഗ് സ്റ്റൈൽ എന്താണെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ മാഗസീൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും സ്ക്രീൻ പ്ലേയും ചോദിക്കാം. പിന്നെ പുതിയതായിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ കോപ്പി എഡിറ്റിംഗ് പ്രോസസ്സ്, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഫോർ റേഡിയോ, ഇൻ്റർവ്യൂ ടെക്നിക്സ്, സോഷ്യൽ മീഡിയ റൈറ്റിംഗ് സ്റ്റൈൽ. സെക്ഷൻ 4 നമ്മൾ എസ്സേയിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ 100% ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വന്ന ലോങ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചേക്കുന്ന എസ്സേ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ സ്റ്റോറി പ്ലസ് സ്ക്രീൻ പ്ലേ ഫ്രം എ ടോപ്പിക്, അതുപോലെ തന്നെ റേഡിയോയുടെ സ്ട്രെങ്തും ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സും ചോദിച്ചിട്ടുണ്ട്, വെബ് റൈറ്റിങ്ങിൻ്റെ ഗൈഡ് ലൈൻസും എഡിറ്റോറിയൽ റൈറ്റിങ്ങും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നീട് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ഓരോ ടോപ്പിക്കിനെ കുറിച്ച് എഴുതാൻ ചോദിക്കും. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഫോർമാറ്റ് അറിഞ്ഞിരിക്കുക. പിന്നെ ഫിലിം റിവ്യൂ എഴുതാൻ ചോദിക്കാം, ഒരു ടോപ്പിക്ക് തന്നിട്ട് അതിനെക്കുറിച്ചൊരു ബ്ലോഗ് എഴുതാൻ ചോദിക്കാം. അതുപോലെ തന്നെ എന്താണ് ഇപ്പം ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ചോദിച്ചത് വിമൺ എംപവർമെൻറ്റ് ഇൻ മൂവീസ് എന്ന് പറഞ്ഞാൽ, സോ അങ്ങനെയുള്ള ജനറൽ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ടൈംസ് അപ്പിയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ 2 or more ടൈംസ് അപ്പിയർ ചെയ്തേക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്. റിപ്പോർട്ട് റൈറ്റിങ്ങിൻ്റെ ഫീച്ചർ സ്റ്റൈൽ എന്താണ്, ന്യൂസ് പേപ്പറിൻ്റെ പേർപ്പസ് ചോദിച്ചിട്ടുണ്ട്, ട്രാൻസ്മിഷൻ പീരീഡ്, ഡ്രാഫ്റ്റ് സ്ക്രിപ്റ്റ്, അതുപോലെ തന്നെ ഫിലിം മേക്കിംഗ് സ്റ്റേജസ്, പിച്ച് ചോദിച്ചിട്ടുണ്ട്, പിന്നെ ഡ്യൂട്ടീസ് ഓഫ് എഡിറ്റർ, അതുപോലെ തന്നെ SEO അതിൻ്റെ ഫുൾ ഫോം, എഡിറ്റിംഗ് ടെക്നിക്സ്, പിന്നെ ഗുഡ് ബ്ലോഗിൻ്റെ ഫീച്ചേഴ്സ്, TV സ്ക്രിപ്റ്റ് ചോദിച്ചിട്ടുണ്ട്, ഹെഡ്ലൈൻ റൈറ്റിംഗ്, പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജ്, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എഡിറ്റർ, എഡിറ്റോറിയൽ റൈറ്റിംഗ്, അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ലീഡ്സ്. പിന്നെ നമുക്ക് ഇനി പ്രതീക്ഷിക്കാവുന്ന വെച്ചാൽ പിച്ച് ചോദിക്കാം, സ്ക്രീൻ പ്ലേ, സ്റ്റേജസ് ഓഫ് ഫിലിം പ്രൊഡക്ഷൻ നെയിം ചെയ്യാൻ, പിന്നെ അതുപോലെ തന്നെ സോഫ്റ്റ് ലീഡിൻ്റെ പേർപ്പസ് എന്താണെന്ന്, ഗുഡ് ബ്ലോഗിൻ്റെ ഫീച്ചേഴ്സ്, പിന്നെന്താണ് അഡ്വർടൈസ്മെൻറ്റ്സിൽ മ്യൂസിക്കിൻ്റെ യൂസ് എന്താണ്, അതുപോലെ തന്നെ ലേ ഔട്ട് ഓഫ് എ ബ്ലോഗ്, പിന്നെ മാഗസീൻ്റെ ഫീച്ചേഴ്സ് ചോദിക്കാം, സ്റ്റോറിയും സ്ക്രീൻ പ്ലേയും എഴുതാൻ ചോദിക്കാം, അതുപോലെ തന്നെ വെബ് റൈറ്റിങ്ങിൻ്റെ ഗൈഡ് ലൈൻസും എഡിറ്റോറിയൽ റൈറ്റിംഗ്, എഡിറ്ററിൻ്റെ ഡ്യൂട്ടീസ്. ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് വന്ന് മസ്റ്റ് പ്രിപ്പയർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസും ഒക്കെയാണ് കേട്ടോ ഈ ഒരുമിച്ച് പറയുന്നത്. റേഡിയോ ഒരു മാസ് മീഡിയമായിട്ട് മാറുന്നത് എങ്ങനെയാണ്, ബ്ലോഗിൻ്റെ സ്ട്രക്ചർ അഗെയിൻ ചോദിച്ചിട്ടുണ്ട്, പിന്നെ
ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ റൈറ്റിംഗ്, സ്റ്റോറി റൈറ്റിംഗ്, അഡ്വർടൈസ്മെൻറ്റ് റൈറ്റിംഗ്, ഫിലിം റിവ്യൂ എഴുതാൻ, TV സ്ക്രിപ്റ്റ് എഴുതാൻ, ഹെഡ്ലൈൻസിനെ കുറിച്ച്, അതുപോലെ തന്നെ ലീഡ്സ്, ടൈപ്സ് ഓഫ് ലീഡ്സ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ മസ്റ്റായിട്ട് നോക്കി പോവേണ്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഒരു 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഞാൻ നോക്കിയത്. 2022, 23, 24 അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസ്, ഈ ഒരു പാറ്റേണിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്തേക്കാവുന്ന ക്വസ്റ്റ്യൻസുമാണ് ഇതിനകത്ത് ഞാൻ ചോദിച്ചിരിക്കുന്നത് കേട്ടോ.